ആണ് 100 ഡേയ്സ് ഓഫ് ഡിസിപ്ലിൻ ചലച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെസ്റ്റ്, ഷോൾഡർ, ട്രൈസ്, മൂന്ന് വർക്കൗട്ടിൽ കുറേ അധികം സൂപ്പർ സെറ്റ് കാണും. അപ്പോൾ ഞാൻ പോയി കഴിഞ്ഞു. അവിടെ പോയി വീഡിയോ എടുക്കാന്ന് വെച്ചാൽ നിറച്ച് പിള്ളേരാണ്. ഇന്ന് കേസ് വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ട് അവിടെ നിറച്ച് പിള്ളേരാണ്. ഒന്ന് രണ്ട് മൂന്ന് കുറേ അധികം പേരുണ്ട്. ഇവിടെ പോയി ഫസ്റ്റ് വർക്കൗട്ട് ചെയ്യാം. ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് അർണോൾഡ് ഡബിൾ പ്രസ്. ഓക്കെ, 2 arms. സോ ഫസ്റ്റ് വർക്ക് സെറ്റ് എന്ന് പറയുന്നത് 12 കിലോ ആണ്. അല്ല 12 കിലോ 12 കിലോ ഇട്ടായിരിക്കും നമ്മുടെ ബാക്കിയുള്ള ഫുൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. മൊത്തം 4 സെറ്റ് ഉണ്ട്. 4 സെറ്റ് ഫെയിലിയർ വരെ. അപ്പം അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മൾ ഫ്രണ്ട് റൈസും സ്ട്രക്സും. സ്ട്രക്സ് ചെയ്യേണ്ടത് ബാർബിളയാണ്. ബാർബിൾ കൊണ്ട് അവിടെ ആയിരിക്കും. ഇവിടെ അവിടെ വരെ പോയിട്ട് ശരിയായിട്ട് മടിയാ. അപ്പൊ ഫ്രണ്ട് റൈസ് ചെയ്തിട്ട് ഇവിടുന്ന് ഡബിൾ എത്ര സ്ട്രക്സ് ചെയ്യാം. ഫ്രണ്ട് റൈസ് ചെയ്യാൻ പറ്റി 7.5 കിലോയുടെ വെയിറ്റ് എടുക്കാം. ഫോമിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ പ്ലീസ് പറഞ്ഞു തരിക. ഇന്നത്തെ അപ്പോൾ അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് അപ്പർ ബെഞ്ച് പ്രസും പുഷപ്സും ആണ്. ഇത് 4 സെറ്റാണ്. 4 സെറ്റ് ടിൽ ഫെയിലിയർ. ഞാൻ റെപ്സ് കൗണ്ട് ചെയ്യാറില്ല. ഫെയിലിയർ ആവുന്ന വരെ എവിടെയാണ് അടിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് റെപ്സ് പോകുന്നുണ്ടെങ്കിൽ ഞാൻ വെയിറ്റ് കൂട്ടും. അപ്പം ഈ അതായത് നമ്മുടെ ഫ്രണ്ട് റൈസും സ്ട്രക്സും അത് 4 സെറ്റാണ് ടിൽ ഫെയിലിയർ. പിന്നെ ആദ്യം ചെയ്ത അർണോൾഡ് പ്രസ് അത് 4 സെറ്റ് ടിൽ ഫെയിലിയർ. ഇതുകൂടെ ചെയ്യുമ്പോഴത്തേക്ക് 11 വെളി വരും. ഓക്കെ, ലെറ്റ്സ് ഡു ഇറ്റ്. പുഷപ്സ് ആണ് ആക്ച്വലി പാട്. അമ്മി കാണുന്ന പോലെയല്ല, പാടാ, നല്ല പാടാ. ഇതിന്റെ 4 സെറ്റോട് ചെയ്യുമ്പോഴത്തേക്ക് ശവം എടുക്കും. വർക്കൗട്ട് അതായത് അടുത്തൊരൊറ്റ വർക്കൗട്ട് കൂടെ ഉള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ ട്രൈസെപ്സിന്റെയാണ്. ചെസ്റ്റ് പാടാഞ്ഞാലേ അപ്പർ ബെഞ്ചും പുഷ് പോണ നല്ല പാടാണ് ചെയ്യാൻ. എൻ്റെ ചെസ്റ്റ് നല്ലോണം പമ്പ് പോയി ഇടപാട് ചെയ്തത്. കാരണം ചെസ്റ്റ് ഞാൻ ഒറ്റ വർക്കൗട്ട് ഇപ്പം ചെയ്യുന്നുള്ളൂ. കാരണം ഞാൻ എൻ്റെ ആദ്യത്തെ തിങ്കളാഴ്ച ഇതേ ചെസ്റ്റും ഷോൾഡറും ട്രൈസിൽ ചെസ്റ്റ് ഫോക്കസ് ചെയ്താണ് ചെയ്തത്. ചെസ്റ്റും ട്രൈസിലും ഫോക്കസ് ചെയ്യാണ് അന്ന് ചെയ്തത്. ഇനി ഞാൻ ഷോൾഡർ ഫോക്കസ് ചെയ്യാണ് വർക്കൗട്ട് ചെയ്തത്. അപ്പോൾ അടുത്തത് ട്രൈസെപ്സിൻ്റെ ഒരു വർക്കൗട്ടിനുണ്ട്. അത് സൂപ്പർ സെറ്റാണ്. അത് ഓവർഹെഡ് എക്സർഷനും പിന്നെ ഡിപ്സും യുത്തലായിട്ട് ഡിപ്സ് വിൽക്കാറ് ചെയ്തു. അപ്പോൾ അവ ചെയ്ത പരിപാടി കഴിഞ്ഞു. നീ പോകാൻ വേണം, പെട്ടെന്ന് വർക്കൗട്ട് തീർക്കണം. അമ്മ വെയിറ്റ് ഒരു 20 കിലോ എടുത്തിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അമ്മേ ലൂസാണ് ഗൈസ്. സോ ഇതിട്ടിട്ട് എക്സർഷനും ഡിപ്സും അമ്മച്ചി പോകി പോയാൽ മതിയായിരുന്നു.
എനിക്ക് ഇവിടെ ഷോക്ക് അടിക്കുന്ന പോലെ ഒരു ഫീൽ വരും ഹെവി ആയിട്ട് ലിഫ്റ്റ് ചെയ്യുമ്പോൾ. എന്താന്നാ കോപ്പ്. അതുമല്ല 20 കിലോ ഇച്ചിരി ഹെവി ആയിരുന്നു എനിക്ക്. അത് വെയിറ്റ് കുറച്ചിട്ട് ചെയ്യണം. അപ്പോൾ ഇതുകൂടെ കഴിഞ്ഞാൽ വർക്കൗട്ട് കഴിഞ്ഞു. അപ്പോൾ ഇത് ശരി 4 സെറ്റില്ല, ഇത് 3 സെറ്റാണ് ചെയ്യാൻ പോകുന്നത്. 3 സെറ്റ് മുമ്പ് പറഞ്ഞ പോലെ സ്റ്റിൽ ഫെയിലിയർ. അപ്പോൾ കാര്യം വർക്കൗട്ടൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാനായിട്ട് ശ്രമിക്കുക. അറിയെങ്കിൽ പറഞ്ഞാണേ ഞാൻ ജീവിച്ച് നോക്കട്ടെ. ഇത് എനിക്ക് മാസമൊന്നുമില്ല. അപ്പോൾ ഗൈസ് കറന്റ് ഇതാണ് എൻ്റെ ബോഡി കണ്ടീഷൻ. ജസ്റ്റ് ഞാൻ പോസ്റ്റ് കാണിച്ചാൽ അത് ചെസ്റ്റ് ഷോൾഡറും പമ്പായിട്ടിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ എന്തെങ്കിലും ഉള്ളതായിട്ട് തോന്നുന്നു. ഒന്നുമില്ലെന്ന് എനിക്കറിയാം. പക്ഷെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ചെസ്റ്റും ഷോൾഡറും ചെയ്തിട്ടാണ്. ബാക്കിലത്തെ കണ്ടീഷൻ ഷോക്കാണ്, വല്ല ഫാറ്റാണ്. അപ്പോൾ ഗൈസ് എൻ്റെ വർക്കൗട്ട് ഫുൾ കംപ്ലീറ്റ്ലി കഴിഞ്ഞു. ഇനിയുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയാറ്റിൻ കുടിക്കാൻ വീട്ടിൽ പോവുക, പിന്നെ ജോലിക്ക് പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല എൻ്റെ ബാഡ് ഹാബിറ്റ്സ് കാരണം ബോഡി ഇച്ചിരി വീക്കായിരുന്നു. ഞാൻ ഒരാഴ്ച 6 ദിവസമായി. ആ ഫസ്റ്റ് ദിവസം ട്രെയിൻ ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടില്ല എനിക്കിപ്പം ട്രെയിൻ ചെയ്യാൻ. ബോഡി എന്നോട് അഡാപ്റ്റ് ആകുന്നുണ്ട്. മേ ബി കുറച്ചധികം നാൾ ജിമ്മിൽ വന്നുകൊണ്ടായിരിക്കാം ഇപ്പം അത്രയും ബുദ്ധിമുട്ടില്ല. ഇനിയുള്ള ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ചെയ്യുക, 100 ദിവസം കണ്ടിന്യൂസ് ചെയ്യുക. ഇന്ന് ഡേ 3 ആണ്. അമ്മേ അപ്പോൾ ഇന്ന് ഡേ 3 ആണ്. അപ്പോൾ ബാക്കിയുള്ള ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇതേപോലെ എണീറ്റ് ജിമ്മിൽ വന്ന് പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കൽ നടക്കുന്നില്ല. ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഇപ്പോൾ എൻ്റെ അടുത്ത് ലാക്ക് ചെയ്യുന്നത്. അതായത് പ്രോട്ടീൻ കൺസപ്ഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. ശോകമാണ്, അത് ഇച്ചിരി ശോകമാണ്. കാരണം ജോലിയുടെ തിരക്ക് 1-ാം തീയതി ആയില്ലേ. അപ്പോൾ എനിക്ക് കുറച്ച് ഫോർമാറ്റ് ചെയ്യാറുണ്ട്. പിന്നെ കുറച്ച് ഓർഡേഴ്സ് ഒക്കെ ആദ്യം എടുത്താലേ എൻ്റെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നടന്നു പോകത്തുള്ളൂ. അല്ലെങ്കിൽ മന്ത് എൻഡ് ആകുമ്പോൾ എനിക്ക് ഭയങ്കര പ്രഷറാവും. അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടിൽ 3 ദിവസം ഞാൻ ഫുഡ് കഴിക്കുന്നുണ്ട്. ഞാൻ സപ്ലിമെൻറ്റ്സ് വേ ഉണ്ട്, അത് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അത് മേ ബി ചൊവ്വാഴ്ച തൊട്ടായിരിക്കും. തിങ്കളാഴ്ചയാണ് എനിക്ക് മീറ്റിംഗ്. അപ്പോൾ തിങ്കളാഴ്ച എന്തായാലും വർക്കൗട്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ അതെന്തൊക്കെയാ നോക്കണം. ഒന്നുകിൽ നമ്മൾ തിങ്കളാഴ്ച പോകുന്നിടത്ത് വല്ലോ ചെറുതായിട്ട് വല്ലോ ജോഗിങ്ങിനോ അങ്ങനെ എന്തെങ്കിലും പോകാമെന്നാണ് ഇപ്പം ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം ബാക്കി എന്തായിരുന്നു അപ്പം മേ ബി ഈ 2 ദിവസം ഇന്ന് തൊട്ട് ഞാൻ കറക്റ്റായിട്ട് പ്രോട്ടീൻ ഇൻടേക്ക് ഫോക്കസ് ചെയ്ത് കഴിക്കും. ഞാനൊരു ഡയറ്റ് പ്ലാനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഡെയിലി ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ അഡിയോസ്.